ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു മോക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ഇടണത്. അതായത് ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് എൻ്റെ അമ്മയെ കാണാനായിട്ട് ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പോയി, അനിയത്തിയുടെ വീട്ടിൽ പോയി അമ്മയെ കണ്ട് കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു. അപ്പം നിങ്ങൾ ചോദിക്കും അമ്മയെ കാണാൻ പോവാത്ത എന്തെന്ന് ചോദിക്കും. കുറേ നാൾ ഞാനൊരു പൂജാകർമ്മങ്ങളും പൂജാതി കാര്യങ്ങളും എല്ലാം പഠിക്കണ നേരത്ത് വീട് വിട്ട് നിന്നാണ് എല്ലാം പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് എനിക്ക് അമ്മയെ കാണാൻ പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്കതിനുള്ള സമയം കിട്ടിയത്. ഞാൻ കുറച്ച് നാളിന് ശേഷം ഇപ്പോഴാണ് അമ്മയെ കാണാൻ പോയത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒരു കോള് വന്നു. ചേച്ചി, എനിക്ക് എത്രയും പെട്ടെന്ന് ചേച്ചി ഒന്ന് കാണണം, ചേച്ചിയുടെ വീട്ടിൻ്റെ നടയിൽ വന്ന് നിൽക്കുകയാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ആയിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു മോള് നിൽക്കുന്നു. അവളെ കണ്ടാൽ ഒരു 35 വയസ്സ് വരും. അങ്ങനെ ഞാൻ ചോദിച്ച് എന്തെന്ന് കേട്ടപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരുത്തനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. 1-2 വർഷമല്ല ചേച്ചി, 13 കൊല്ലം ഒരു പുരുഷനെ വിശ്വസിച്ച് ഞാൻ സ്നേഹിച്ചപ്പോഴത്തേക്ക് അവൻ്റെ കൂടെ പറഞ്ഞ് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് കല്യാണം ഇപ്പം കഴിക്കാൻ പറ്റൂല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞു. ശരി. പിന്നീട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ഒരു താലി കെട്ടിത്തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് ഒരു താലിയിലോ ഒരു രജിസ്റ്റർ ഒപ്പിലോ ഒന്നുമില്ല, മനസ്സിൻ്റെ പൊരുത്തമാണ്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവളെ അങ്ങനെ നോക്കുമെന്ന് സ്നേഹിക്കും എന്ന് പറഞ്ഞപ്പോഴും അവൾ ജീവിച്ചത് അവളെ ചെലവിനാണ്. പോരാക്കുറവ് അവനെ അവൾ സഹായിച്ച്, അവനിൽ നിന്നും ഒന്നും അവൾ കൈപ്പറ്റിയിട്ടില്ല, 1 രൂപ പോലും. അവൾക്ക് ഒരു ജോലിയുണ്ട്, അവൾ തന്നെയാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. 13 കൊല്ലം കടന്നങ്ങ് പോയി. 13ാമത്തെ കൊല്ലം ഇവൻ പോയി മറ്റൊരു കല്യാണം കഴിച്ച് ഇവള് ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞ് അത് നീ സ്നേഹിച്ചവൻ മറ്റൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാണ് ഇവൾ അറിയണം. അവൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്ത്, എൻ്റെ അമ്മയുടെ ആവശ്യത്തിനാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഞാൻ നിന്നെ നോക്കും, നിൻ്റെ കൂടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. ആദ്യം 2-3 ദിവസം ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ച്. അത് കഴിഞ്ഞ് ഇവൻ സംസാരിച്ചതുമില്ല, ഒന്നുമില്ല. അവളെ കയ്യിൽ ഉള്ള എല്ലാ സാധനവും അവനെ കൊണ്ട് എന്തൊക്കെ പറ്റിക്കാൻ പറ്റുമോ അതെല്ലാം അവൻ പറ്റിച്ച് കടന്നു. ഈ 3 കൊല്ലമായി അവൻ കല്യാണം കഴിച്ചിട്ട്. ഈ 3 കൊല്ലം കൊണ്ട് അവൾ ആകെ തകർന്ന് മാനസിക രോഗത്തിന് അവൾ ചികിത്സയിലായിരുന്നു. ഇപ്പോഴാണ് അവൾ ഒരു നോർമലായെന്ന് വേണം പറയാം. ഒരു ഭ്രാന്തിയായി മാറിയ പെൺകുട്ടി മരുന്നെല്ലാം കഴിച്ച് ഇപ്പം നോർമലായൊക്കെ വന്ന്. അപ്പോഴാണ് എൻ്റെ പറഞ്ഞത്, ചേച്ചി ഒരു വീഡിയോ ഇത് ചെയ്യണം, ഒരു പെൺകുട്ടിയെങ്കിലും ഇനി ഇവന്മാരെ പോലെയുള്ള ചതിയന്മാരിൽ നിന്നും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ട്, സ്നേഹം നടിച്ച് ഇനി നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നും പറഞ്ഞാണ് ഈ കുട്ടികളെ കൂടിയിട്ടാണ് 13 വർഷം ഒരു സ്ത്രീയുടെ നല്ല സമയം മൊത്തം ഇവൻ പാഴിക്കളഞ്ഞിട്ട് ഇവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഇവ ഒരിക്കലെങ്കിലും നന്നാവുമോ? എനിക്ക് ഇവൻ്റെ കൂടെയൊക്കെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളെ ഇങ്ങനെ നീയൊക്കെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പം നീ കല്യാണം കഴിച്ചത് ഒരു സ്ത്രീയാണ്, നിൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്, നിനക്ക് പെങ്ങളുണ്ടെങ്കിൽ നിൻ്റെ പെങ്ങൾ സ്ത്രീയാണ്, പെങ്ങൾക്ക് മകളുണ്ടെങ്കിൽ അവളൊരു സ്ത്രീയാണ്. ഒരിക്കലും ദൈവം നിന്നെ വെറുതെ വിടൂലേ പൊന്നു സഹോദര, കാലം തെളിയിക്കും. ഇത് കലിയുഗമാണ്. നീ ചെയ്യുന്ന എന്തായാലും ഈ ഭൂമിയിൽ നീ അനുഭവിച്ച് ചീട്ട് വാങ്ങിക്കും. ഈ പെൺകുട്ടിയെ നീ നടുത്തെരുവിൽ നിർത്തിയതുപോലെ നീ ഒരു സമയത്ത് നടുത്തെരുവിൽ നിൽക്കേണ്ടി വരും. കാരണം താൻ ചെയ്യുന്ന കർമ്മഫലം താൻ അനുഭവിക്കും എന്നാണ് പറയണത്. അതുകൊണ്ട് നീ ചെയ്യുന്ന എല്ലാ ഫലങ്ങളും നീ അനുഭവിക്കും. നീ ഒറ്റപ്പെട്ട് നടു റോഡിൽ നിൽക്കേണ്ട ഒരവസരം നിനക്ക് വരും. ഞാൻ നിൻ്റെ പേര് വെളിപ്പെടുത്തണില്ല, നീ ആരാണെന്നും പറയണില്ല. കാരണം അത് എൻ്റെ മാന്യത. നീ മാന്യനായി ജീവിച്ചോ സഹോദര, നീ അനുഭവിക്കും. പെൺകുട്ടികളെ ഇങ്ങനെ നിങ്ങൾ വലിച്ചെറിയാൻ വേണ്ടിയും അവരെ ഭ്രാന്തിയാക്കാൻ വേണ്ടിയും സ്നേഹിക്കരുത്. നീ ഒരു ദുഷ്ടനാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു ദുഷ്ടൻ ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് എല്ലാ ആണുങ്ങളും ദുഷ്ടരല്ല. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള സഹോദരന്മാരോട് പറയാനുള്ള, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു സ്ത്രീയെ സ്നേഹിക്കണം, ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണം എങ്കിൽ ദയവ് ചെയ്ത് വലിച്ചെറിയാൻ സ്നേഹിക്കല്ലേ എൻ്റെ പൊന്നു സഹോദരന്മാരെ. കാരണം നിങ്ങൾക്കും ഒരു അമ്മയുണ്ട്, സഹോദരങ്ങൾ കാണും.
എല്ലാവരും കാണും. നാളെ ഒരു സമയത്ത് നമ്മൾ ചെയ്യണതിൻ്റെ കർമ്മഫലം ചിലപ്പോൾ അവരും കൂടി അനുഭവിക്കേണ്ടി വരും. ദയവ് ചെയ്ത് പെൺകുട്ടികളെ സ്നേഹിച്ച് നടിച്ച് അവരെ നിന്ന് എല്ലാം വാങ്ങിച്ച് വലിച്ചെറിയല്ലേ. അവരനുഭവിക്കുന്ന വേദനകൾ കാണാൻ വയ്യ. ആ കുട്ടിയുടെ കണ്ണുനീരിന്ന് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ മറ്റൊരാളിന് വേണ്ടി ഒരിക്കലും ഞാൻ ഇടണതല്ല.